ഹലോ, വെൽക്കം ടു ഓൾ തിങ്സ് ലൈഫ്. ഇന്നിവിടെ ഒരു റെസിപ്പിയാണ് സാമ്പാർ സാദം. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സാധനങ്ങൾ പച്ചക്കറി ചെറുതാക്കി അരിഞ്ഞത്, അത് വലുതാവരുത്, ചെറുതാക്കി. അരക്കപ്പ് അരി, അത് വെള്ളത്തിൽ കുതിർത്തിയത്, വെള്ളത്തിലിട്ടിട്ട് അരക്കപ്പ് അരി കുതിർത്തിയത്, അരക്കപ്പ് പരിപ്പ്, പിന്നെ 4 തക്കാളി, അത് ചെറുതായി അരിഞ്ഞത്, ഒരു 2 സവാള ചെറുതായി അരിഞ്ഞത്, ഇതിലേക്ക് വേണ്ട ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി വെള്ളത്തിൽ അരിച്ചത്, പിന്നെ ഗാർലിക്ക്, അതായത് വെളുത്തുള്ളി പേസ്റ്റാക്കിയത്, 2 പച്ചമുളക്, കായം, പിന്നെ സാമ്പാർ പൊടി ഒരു 2 സ്പൂൺ സാമ്പാർ, ഒരു 5 കപ്പ് വെള്ളം, ഒരു 4 കപ്പ് വെള്ളം, പിന്നെ ഓയില്, ജീരകം, കടുക്, ഒരു സാധനം, മഞ്ഞപ്പൊടി ഇടുന്നതിലും അതൊക്കെ ചെയ്യുമ്പോൾ കാണാം. അത് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് കാണിക്കുന്ന അടുപ്പ് കത്തിച്ചിട്ട് പാത്രം കുക്കർ കുക്കറിൽ എണ്ണ, ഈ ഓയിൽ ചൂടായാൽ അതിലേക്ക് ചെറിയൊരു സ്പൂണ് കടുക്, അതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ജീരകം ഇട്ടിട്ട് നമ്മൾ ഇളക്കുക. എന്നിട്ട് അതിൽ സവാള, 2 സവാള, വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞപ്പൊടി 2, മഞ്ഞപ്പൊടി കായം, അതല്ല ഇത് ഇട്ടിട്ട് കഷ്ണിട്ടിട്ട് നല്ല മൂത്ത്. പച്ചമുളക് ഇട്ടില്ലല്ലോ. ഒന്ന് വാടി തുടങ്ങുമ്പോൾ പച്ചമുളക് 2 ഇടുക. ഇനി അതിലേക്ക് കുറച്ച് കായം, ഒരു 4 തക്കാളി, ഇനി തക്കാളി ഒന്ന് ചെറുതായി വെന്താൽ അതിലേക്ക് സാമ്പാർ പൊടി ഒരു 2 സ്പൂൺ സാമ്പാർ, നന്നായി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞത്, വെള്ളത്തിൽ പിഴിഞ്ഞത്, ഒരു നെല്ലിക്കയുടെ വലുപ്പം, അര ഗ്ലാസ് പരിപ്പ് കുതിർത്തിയത്,
ഗ്ലാസ് റൈസ് കുതിർത്തിയത്. ഇനി ഇതിൽ പച്ചക്കറികൾ, ഉരുളക്കിഴങ്ങ്, ഏത് കപ്പിലാണോ അരിയും പരിപ്പും അരക്കപ്പ് അരി അളന്നത്, ഇനി ഇതിൽ ഏത് കപ്പിലാണോ അരിയും പരിപ്പും കുതിർത്താൻ വേണ്ടിയിട്ട് അളന്നത്, അരക്കപ്പ് അരിയും പരിപ്പും അളന്നല്ല, അത് ആ കപ്പിൽ 4 ഗ്ലാസ് വെള്ളം, ആ കപ്പ് 4 കപ്പ് വെള്ളം അത് ഒഴിക്കുക. ഇനി കുക്കർ അടയ്ക്കുക. ഒരു 4 വിസിൽ വേവും. ഓക്കെ, 4 വിസിൽ വന്നു. ഇത് വിസിലൊക്കെ പോയി തണുത്തു. നമുക്ക് തുറന്നു നോക്കാം. സാധനം തുറന്നു. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില, സാമ്പാർ സാധനം തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് അതിൻ്റെ മേലെ കുറച്ച് ഉള്ളി മരിച്ചിട്ട് വേപ്പിൻ്റെലയും കൂടി മരിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.